ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. ഡൂഡി സ്കൂൾ കഴിഞ്ഞ് വരാറായി. നമുക്ക് സർപ്രൈസ് ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കൊടുക്കാം. നമുക്കല്ല, ഞാൻ തന്നെ ഉണ്ടാക്കണം. നിങ്ങൾ കണ്ടാ മതി. ഇന്ന് വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രം മതിയല്ലോ. ഡൂഡി വരാറായി ഗൈസ്. 4 മണിക്ക് അവള് വരും. ഞാൻ പരിപാടി തുടങ്ങിയത് 3:30-ക്കാണ്. സർപ്രൈസ് ആണത്രേ, സർപ്രൈസ്. ഡൂഡി ആണെങ്കിൽ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരത്തേക്ക് എന്നെ ഇഷ്ടമല്ല. കാര്യം ഞാൻ വെറുപ്പിക്കാനാണ് അടുത്ത് ചെല്ലുന്നത്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ച ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കുറച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെ നിർത്താന്ന്. അപ്പൊ അത് നടക്കൂലെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ പ്ലാൻ ബി ഇറക്കി. എന്താണ് പ്ലാൻ ബി? ഇവിടെ ഇരിക്കുന്ന കുറച്ച് മ്യൂസിലി എടുത്ത് പാലി കലക്കി വെക്കാം. എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ കൊച്ചു സീനാണ്. അതൊക്കെ കഴിഞ്ഞ് ആളെ കൊണ്ടുവരാൻ വേണ്ടി പോയി. അപ്പോഴത്തേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി. കൊട എടുത്തില്ലടോ. അങ്ങനെ ഞാൻ തിരിച്ചുപോയി ഡൂഡിയുടെ മഞ്ഞ കൊട എടുത്തു. ഹായ്, കൊള്ളാലി സെറ്റപ്പ്. ഞാൻ ഇതൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്ന കാണുമ്പോഴേ അവള് ബസ് ഇറങ്ങുമെന്നായിരുന്നു എന്റെ പേടി. പേടിക്കേണ്ടിയൊന്നും വന്നില്ല. എന്നെ കണ്ടപ്പോഴേ ചാടി ഇറങ്ങിയ കൊടയങ്ങ് വാങ്ങി. ഞാൻ മാത്രമേ ഉള്ളെന്ന് അറിഞ്ഞപ്പോഴേ ചെറുതായിട്ട് സർപ്രൈസ് ആയി. പിന്നെ ഞാൻ കുറെ നേരം എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവിടെ ആരും ഇല്ല. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊക്കെ ഓക്കെ. കൊട കയറ്റൂലെന്ന് ആദ്യമേ പറഞ്ഞു. അതൊക്കെ പോട്ട്, സാധനം ഇരിക്കുകയല്ലേ. ഇറങ്ങി തിരിഞ്ഞ് നമ്മളടുത്ത് തന്നെ വരും. പറയേണ്ട താമസം ആള് സെറ്റായി. ഗൈസ്, ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി പറഞ്ഞു തന്നില്ല. പൊട്ടറ്റോ എടുക്കുക, കട്ട് ചെയ്യുക, ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക, പിന്നെ കുറച്ച് കോൺഫ്ലോർ കൂടെ തട്ടണം, പിന്നെ കുറച്ച് ഉപ്പ്. യെസ്, ഫ്രഞ്ച് ഫ്രൈസ് റെഡി. ഇങ്ങനെയല്ല, ഇത് കരിഞ്ഞു പോയി. സ്കൂൾ കഴിഞ്ഞ് ഡൂഡി ഞാൻ ട്യൂഷൻ വിടണം. അങ്ങനെ അത് റെഡിയാക്കാൻ പോയപ്പോഴത്തേക്കും ഇതും റെഡിയായി. ഇനിയിപ്പൊ പോട്ട്, നമുക്ക് ഉള്ളത് വെച്ച് കഴിക്കാം. ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അവൾ കൊള്ളാന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ അവൾക്ക് അറിയാം ഇനിയൊന്നും ഉണ്ടാക്കി കൊടുക്കൂലെന്ന്. പിന്നെ നമ്മൾ രണ്ടുപേരുടെ മഴയൊക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ച്